സർ, ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഹൃദ്രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് ഇന്റൻസ് ആയിട്ടുള്ള ജോയിലുള്ള വേദന, അതേപോലെ തന്നെ അപ്പൊ ചിലർ പറയുന്നു അതായത് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് ഇപ്പോ ഒന്നും ഒരു നോർമൽ ഒരു സെന്റൻസ് പോലും പറയാൻ സാധിക്കില്ല, നാക്ക് കൊഴിഞ്ഞു പോകുന്ന പോലെ അങ്ങനെ സ്റ്റേജ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റേജ് ഓരോ സ്റ്റേജിന്റെ അനുസരിച്ചാണ് അങ്ങനെ വരുന്നത്. അതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഡോക്ടർ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഈ ബ്ലോക്ക് വരുന്ന കാര്യം പറഞ്ഞല്ലോ. ഈ ബ്ലോക്ക് ശരിക്കും പ്രധാനപ്പെട്ട വെസലുകളിലാണെങ്കിൽ LAD എന്നൊക്കെ പറയുന്ന തരം അവസ്ഥകളുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളിലാണെന്നുണ്ടെങ്കിൽ വളരെയേറെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ തോന്നിക്കും. അതേസമയം റൈറ്റ് സൈഡിലുള്ള വെസലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര വലിയ പ്രോബ്ലംസ് വരത്തില്ല. ഇത് അതിന്റെ ബ്ലോക്കിന്റെ സിവിയാരിറ്റി അനുസരിച്ചാണ് ഈ വേദനകൾ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു സാധാരണയായിട്ട് ഒരു വ്യക്തിക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒരു നെഞ്ചുവേദന ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് വന്നു, അത് ഞാൻ നേരത്തെ പറഞ്ഞു അസാധാരണമായ ഒരു വേദനയാണ്. ഈ പറഞ്ഞ കണക്ക് വിയർക്കുന്നു, അതിന്റെ കൂടെ തന്നെ പിന്നെ ഈ സംഭ്രമം ഉണ്ടാകുന്നു. ആ ഒരു അവസ്ഥയിൽ അത് പെട്ടെന്ന് മാറുകയാണെങ്കിൽ കുറച്ച് നമുക്ക് സാവകാശം ഗ്യാസിന്റെ ഒക്കെ ആണെന്ന് സഹിക്കും. അത് നിരന്തരം ഉണ്ടാവുക, നീണ്ടു നിൽക്കുക. ചില വേദനകള് അദ്ദേഹത്തിന് എല്ലാ ദിവസവും വേദനകൾ പല സമയത്തായിട്ടും ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ പരിശോധിച്ചിട്ട്. ഡോക്ടർ